ഇതിലേക്ക് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അധിക്ഷേപിച്ചുവെന്ന നടി അൻസിബയുടെ പരാതിയിൽ ഇന്ന് മൊഴി നൽകും. തൃക്കാക്കര ACP ഓഫീസിലെത്തിയാണ് അൻസിബ മൊഴി നൽകുക. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി നടപടിക്കായി DGPക്ക് കൈമാറിയിരുന്നു. നടി ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിൽ അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി അധിക്ഷേപിച്ചുവെന്നാണ് ആരോപണം. ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ഷീന, അപ്പോൾ നടി അൻസിബയുടെ പരാതിയിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മിപ്രിയയുടെ പരാതി അന്വേഷിക്കാൻ എന്ന രീതിയിൽ വിളിച്ചു വരുത്തുകയും സ്റ്റേഷനിൽ വളരെ നേരം ഇരുത്തുകയും അവിടെ നിന്ന് മോശമായി പെരുമാറിയെന്നുള്ള ഒരു പരാതിയാണ്. അതിലേക്കാണ് അന്വേഷണം കടക്കുന്നത്. അപ്പോൾ അൻസിബ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിശദീകരണങ്ങൾ നൽകുന്നു മാധ്യമങ്ങൾക്ക്? ജിൽസി, അതായത് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി അൻസിബ നൽകിയ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നത്. തുടർന്ന് വിശദമായ പരിശോധനയുണ്ടായിരുന്നു. ഇന്നലെയാണ് ഇത്തരത്തിൽ അൻസിബയുടെ വീട് അന്വേഷിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് എത്തുന്നതും അൻസിബയിൽ നിന്നും മൊഴിയെടുക്കണം എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നതും. ഇന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ SIക്കെതിരെ രേഷ്മയ്ക്കെതിരെ നൽകിയ പരാതിയിൽ തൃക്കാക്കര ACP ഓഫീസിലാണ് നടി എത്തുക. തൃക്കാക്കര ACP ഓഫീസിലെത്തി നടി മൊഴി നൽകുമെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ലഭിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ ലക്ഷ്മിപ്രിയക്കെതിരെ നൽകിയ പരാതി ലക്ഷ്മിപ്രിയയും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ SI രേഷ്മയും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് പ്രധാനമായും ഈ പരാതിയിൽ ഉന്നയിക്കുന്നത്. അതുതന്നെയായിരിക്കും അൻസിബ മൊഴി നൽകാനായും എത്തുമ്പോൾ അതുതന്നെയായിരിക്കും അതേ കാര്യം തന്നെയായിരിക്കും ആവർത്തിക്കുക. കാരണം നിർബന്ധിതമായി തന്നെ 3 മണിക്കൂറിലധികം സമയം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തി യാതൊരു തരത്തിലും തന്നെ ആരോടും സംസാരിക്കാൻ അനുവദിക്കാതെ, മിണ്ടാൻ അനുവദിക്കാതെ വലിയ രീതിയിലുള്ളൊരു മാനസിക പീഡനം ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് താൻ അനുഭവിച്ചു എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ അൻസിബ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ആ തുറന്നു പറച്ചിലിനൊടുവിലാണ് ആദ്യം ഈ പോലീസ് സ്റ്റേഷനിലും അതേപോലെ തന്നെ അമ്മ നേതൃത്വത്തിനും പരാതി നൽകുന്നത്. തുടർന്നാണ് പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ആ പരാതി DGPക്ക് ഫോർവേഡ് ചെയ്തതോടുകൂടി കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് ആ പരാതി മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ ആ പരാതിയിൽ ഒരു വിശദ പരിശോധനയ്ക്ക് തന്നെയാണ് പോലീസ് ഇപ്പോഴുള്ളത്. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ വിവരങ്ങൾ അനുസരിച്ച്, ക്രൈംബ്രാഞ്ച് നൽകിയ രേഖകൾ അനുസരിച്ച് ആയിരിക്കും ഇനിയുള്ള തുടർ നടപടികൾ. ഇന്ന് മൊഴി രേഖപ്പെടുത്തുന്നതോടുകൂടി, അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകും. അതിനുശേഷമായിരിക്കും ലക്ഷ്മിപ്രിയയെ വിളിച്ചു വരുത്തുന്നതും ലക്ഷ്മിപ്രിയയുടെ മൊഴി രേഖപ്പെടുത്തുന്നതും. തുടർന്നായിരിക്കും ഈ തുടർ നടപടികളെല്ലാം ഇതിനോടൊപ്പം തന്നെ പൂർത്തിയാകും എന്ന് തന്നെയാണ് അറിയാൻ ലഭിക്കുന്ന വിവരം. ശരി, ഷീന മാർട്ടിനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അമ്മയിൽ മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് പലതരത്തിൽ കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കൃത്യമായ നടപടികളിലേക്ക് ഒത്തുതീർപ്പിലോ എത്തിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൂടിയാണ്. മക്കൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അമ്മ ഒരിക്കലും കൃത്യമായ നിലപാട് എടുക്കാറുമില്ല എന്ന് നമ്മൾ നടിയാക്രമിച്ച കേസിൽ കണ്ടതാണ്. കാരണം മക്കളെ ഒരുപോലെ കാണാൻ അമ്മയ്ക്ക് കഴിയാറില്ല എന്നുള്ളത് കൂടി കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരാതികളിലൊക്കെ പുറത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പോലീസിന്റെ ഇടപെടലോ നടപടികളിലോ ആണ് ഒരു നീതി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻസിബ ഇന്ന് മൊഴി നൽകുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്.